കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഭർത്താവിനെ ഒതളങ്ങ നൽകി കൊലപ്പെടുത്തി എന്ന പരാതിയിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്ന പരാതി. കരുനാഗപ്പള്ളി സ്വദേശി സനീഷാണ് ഒതളങ്ങ ഉള്ളിൽ ചെന്ന് മരിച്ചത്. പെൺസുഹൃത്താണ് ഒതളങ്ങ നൽകിയതെന്നാണ് സനീഷിന്റെ ഭാര്യ അനിലകുമാരിയുടെ പരാതി. ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം. ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്, അത് സത്യം. പക്ഷെ ബാധ്യതകളുടെ പേരിൽ അദ്ദേഹം കഴിക്കത്തില്ല. എപ്പോഴും പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു നിർത്താൻ ഞാൻ ഇട കൊടുക്കത്തില്ലെന്ന്. അദ്ദേഹത്തിന് അഥവാ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കടലിൽ പോയാലും പോയിച്ചാകും. പക്ഷെ ഒരിക്കലും എൻ്റെ ഭർത്താവ് ആത്മഹത്യ ഈ ഒതളങ്ങ എന്ന് പറയുന്നതൊക്കെ കഴിക്കത്തില്ല. ഗില്ലി എന്നൊരു പയ്യനാണ്. ഗില്ലി എന്ന് പറയുന്നത് 13 വയസ്സ് 14 വയസ്സോ അങ്ങോട്ട് പ്രായമുണ്ട് ആ മോന്. ആ മോനാണ് കണ്ടത് ഷീജ ഒതളങ്ങ പിച്ചിക്കൊണ്ട് വരുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചപ്പം പറഞ്ഞു. ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് പറയാം. അവിടെ ഒരു 3 വയസ്സുള്ള കുഞ്ഞ് ഈ പരിസരവാസികൾ ചോദിച്ചപ്പം പറഞ്ഞത് പപ്പായ്ക്ക് കുരു ജ്യൂസ് അടിച്ച് കൊടുത്ത് അമ്മന്ന്, മാങ്ങ ജ്യൂസ് അടിച്ച് കൊടുത്തു, അമ്മ തൊലിയും തിന്നെന്നാണ് ഈ കുഞ്ഞു പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് സേതുലക്ഷ്മി. അതായത് ഈ സിനീഷിനെ ഈ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന് ഹൈ BP ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹം ഇത്തരത്തിലൊരു ഒതളങ്ങ ഉപയോഗിച്ച് വിഷക്ക കഴിച്ചിരിക്കുന്നു എന്ന് ആശുപത്രിയിൽ പറയുന്നു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വയറ് ക്ലീൻ ചെയ്ത ശേഷം ഇദ്ദേഹത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺസുഹൃത്തിനോട് ഡോക്ടർമാർ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ കൊണ്ടുപോകാതെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയുള്ള പത്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി അവരും ഇത്തരത്തിൽ ഒതളങ്ങ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. പിന്നീട് ഏതാണ്ട് വൈകിട്ടോടുകൂടി ഈ സിനീഷ് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് സിനീഷിൻ്റെ ഭാര്യ അനിലകുമാരി അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതിലൊരു ആരോപണവും ഒരു ആക്ഷേപവും വരുന്ന സാഹചര്യം. ഇത്തരത്തിൽ ആ വീട്ടിൽ ഈ സ്ത്രീ, അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി ഈ ഒതളങ്ങ ഉള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത് കണ്ടതായിട്ടുള്ളൊരു ദൃക്സാക്ഷി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരുനാഗപ്പള്ളി മഹാത്മാഗാന്ധി കോളനിയിലുള്ളതാണ് സിനീഷ്. സിനീഷിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയ കായലോരമാണ്. കായലോരത്തിൻ്റെ സൈഡിൽ ഇത്തരത്തിൽ ഒതളങ്ങ ഉള്ള ഒരു ഭാഗത്ത് ഈ സ്ത്രീ അവിടെ ഒളിച്ചിരിക്കുന്നത് കണ്ടതായി അവിടെ ചൂണ്ടയിടുന്ന ഒരു സ്ത്രീ പോലീസിന് ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസ് കാര്യക്ഷമമായി എടുത്തിട്ടില്ല. ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തെങ്കിലും ഇവർ ആത്മഹത്യ ചെയ്തതാണ്, ഇത്തരത്തിൽ ഒതളങ്ങ കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുടുംബാംഗങ്ങളുടെ പരാതി മറ്റൊരു ജ്യൂസിൽ കലർത്തി ഇത്തരത്തിൽ ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി ഇയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിക്ക് യാതൊരു മുഖവിലയും പോലീസ് കൽപ്പിക്കുന്നില്ല.